ഹലോ. സോ കുറച്ച് നാളത്തേക്ക് ശേഷം ഞാനൊരു വൺ വോയിസ് വ്ളോഗ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു 2-3 വീക്സ് ആയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഫുള്ള് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതും ഒരു ഫുഡ് വ്ളോഗും അല്ലാതെ ഉള്ള നോർമൽ ഉള്ള ഒരു യൂഷ്വൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫ് വ്ളോഗുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ കുറേ ഒരു 2-3 വീക്സിന് ശേഷം ഞാനിത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒന്നുകൂടെ. സോ എന്തായാലും ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് കൂടെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ബ്രദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഗ്രീൻ ലാൻഡിൻ്റെ ഒരു മൈക്രോഫോണാണ്, അതൊരു വയർലെസ് മൈക്രോഫോണാണ്. സോ ആസ് എ ബിഗിനർ എനിക്കിത് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്, ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുമായിട്ട് തോന്നുന്നുണ്ട്. സോ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസും ഇത് ജസ്റ്റ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസും നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാനിത് പറയുന്നത്. ഐ എം നോട്ട് റെക്കമെൻഡിങ് ടു എനിബഡി, ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ടോക്ക് ടു പീപ്പിൾ ദാറ്റ് ഹൗ ഗുഡ് ദീസ് പ്രോഡക്റ്റ് ഈസ്, അത്രയേ ഉള്ളൂ. സോ അപ്പോൾ എന്തായാലും ഇതൊരു ഡിജിറ്റൽ സിലിക്കൺ മൈക്കാണ്. സോ ഒരു അത് തന്നെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു 5 വോൾട്ട് ആണ്. സോ അതൊരു ബെറ്റർ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരു -42 dB സെൻസിറ്റിവിറ്റി ഇത് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം ഇതിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്ന ഒരു മൈക്കുണ്ട്, അതൊരു ഷാഗി ആയിട്ടുള്ള ഒരു ക്ലോത്താണ് അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. സോ അപ്പോൾ അത് 2 മൈക്രോഫോൺസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഒരു 20 kHz കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ട്രാൻസ്മിഷൻ റേഞ്ച് ഒരു 20 to 30 വരെയൊക്കെ അത് പോകുന്നുണ്ട്. പിന്നെ ഒരു ട്രാൻസ്മിഷൻ ഡിലേ എന്ന് പറയുന്നതും ഒരു 30 ms വരെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു എസ് എൻ ആർ ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതൊരു നോയ്സ് റേഷ്യോ. ആ ഒരു നോയ്സ് റേഷ്യോ ആണ് നമ്മുടെ വീഡിയോ എങ്ങനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു നോയ്സ് എല്ലാം കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുള്ള ഒരു നമ്മുടെ വോയിസ് മാത്രം കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അത് പറയുന്നത്. അത് തന്നെ നമുക്കൊരു 64 dB അഡാപ്റ്റീവ് നോയ്സ് റിഡക്ഷൻ ആണ് അത് കിട്ടുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ അത് തന്നെ ഒരു 60 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. സോ ദാറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് വിൽ വർക്ക്സ് ലൈക്ക് അറൌണ്ട് 5 to 6 hours. അത്രയും ഒരു മണിക്കൂർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതൊരു അഫോർഡബിൾ ആണ്, എനിക്കിത് ഭയങ്കര വലിയ എക്സ്പെൻസീവ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ആസ് ഒരു ബിഗിനർ എന്ന് പറയുമ്പോൾ എനിക്കിത് ഞാൻ ഇതെന്തായാലും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. കാരണം ഇത് അത്രയും ഒരു ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ്. പിന്നെ അത് മാത്രമല്ല ഒരു 2 years വാറണ്ടിയും ഇതിന്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒബിയസ്ലി ഇതൊരു ചൈന പ്രോഡക്റ്റ് ആണ്. സോ അതും എനിക്ക് നിങ്ങളുടെ എല്ലായിടത്തും പറയാനുള്ള ഒരു കാര്യമാണ്. പക്ഷേ എനിക്കിത് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് വൺ. സോ ആസ് ഒരു ബിഗിനറിന് ഇതൊരു നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്കിത് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇതായിട്ട് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിൻ്റെ ഒരു പ്ലഗ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പ്ലഗ് എന്ന് പറയുമ്പോൾ ഇപ്പം മോസ്റ്റ്ലി ഒരുപാട് ഡിഫറെൻറ്റ് ഫോൺസ് ഉണ്ട്. സോ ഇപ്പോൾ ഐഫോണിന് ഒരു പഴയ കാലത്തെ ഒരു എന്താ പറയുക, ഒരു പ്ലഗിങ് ഉണ്ട്, ഒരു ലൈറ്റ്നിങ് ആയിട്ടുള്ള ഒരു പ്ലഗ് ഉണ്ട്. സോ അതും ഇതിൽ നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ടൈപ്പ് സി ഇപ്പോൾ പ്രോബബിളി എല്ലാം നമുക്ക് ടൈപ്പ് സി ആണല്ലോ വരുന്നത്. ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും എല്ലാം ഒരു ടൈപ്പ് സി ആണ് നമുക്ക് കിട്ടുന്നത്. സോ അതും ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു USB എ ടൈപ്പ് USB നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഒരു ബിഗിനർ ആയിട്ടുള്ള എന്നെ പോലുള്ള ഒരു വ്ളോഗേഴ്സിന് എന്തായാലും എന്താ പറയുക, ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ താങ്ക്സ് ടു മൈ ബ്രദർ ഫോർ ഗിവിംഗ് മീ ആസ് എ ഗിഫ്റ്റ്. സോ പിന്നെ ഇതിനൊരു അക്സസിബിലിറ്റി റിസപ്ഷൻ എന്ന് പറയുന്നത് ഒരു 20 ആണ്. സോ അതൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നുന്നു. സോ ഒരു ഓവറോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഐ ഡോണ്ട് നോ വാട്ട് ഓൾ പീപ്പിൾ ആർ തിങ്കിങ് അബൌട്ട് ദിസ് വൺ. സോ ആസ് എ ബിഗിനർ എനിക്കിത് നന്നായിട്ട് തോന്നുന്നു. പിന്നെ 2 year വാറണ്ടിയും ഉണ്ട്. സോ അതൊരു നല്ലൊരു ഇതായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇത് എന്തായാലും ഒരു പ്രീമിയം ക്വാളിറ്റി ആയിട്ട് എനിക്കിത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ പേര് ഗ്രീൻ ലയൺ എന്നാണ്. സോ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. കാരണം ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇറ്റ്സ് ജസ്റ്റ് എ വീഡിയോ വിച്ച് ഐ ജസ്റ്റ് വോണ്ട് ടു ഷോക്കേസ് ഹൗ ഗുഡ് ഇറ്റ് ഈസ്, അത്രേ ഉള്ളൂ. സോ എന്തായാലും ഒരു 6 hours ഒരു വർക്കിംഗ് ടൈം അല്ലെങ്കിൽ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതും അതിൻ്റെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു അഡ്വാൻറ്റേജ് ആണ് അത്. അത്രയും കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു മെയിൻലി നമ്മളൊരു യൂഷ്വലി ആയിട്ടുള്ള ഒരു ബ്ലോഗേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മേ ബി ഒരു 20 or 30 വരെയൊക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു 1 hour 2 hour ഒക്കെ കംപ്ലീറ്റ്ലി നമ്മൾ ഔട്ട്ഡോർ പോയിട്ട് നമ്മൾ അത്രയും എന്താ പറയുക എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സോ അങ്ങനെയുള്ളവർക്കും ഇത് എന്താ പറയുക നന്നായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണിത്. സോ ഒരു 6 hours എന്ന് പറയുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
സോ എന്തായാലും ഇതാണ് എനിക്ക് നിങ്ങളെ മുന്നിൽ ഇന്ന് പരിചയപ്പെടുത്താൻ ഒരു കാര്യം എന്ന് പറയുന്നത്. ജസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. സോ എനിവേ ഇറ്റ്സ് എ ചൈന പ്രോഡക്റ്റ്, ബട്ട് ഇറ്റ്സ് എ ഗുഡ് വൺ. സോ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യൂ. സോ ഇതൊരു സ്മാർട്ട് ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു. സോ എന്തായാലും താങ്ക് യു സോ മച്ച് ഹൂവർ ഈസ് ഫോളോയിങ് മീ. സോ എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഇപ്പോൾ ആഡായി വരുന്നുണ്ട്. ഞാൻ ഒരുപാട് ഷോർട്സ് എന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഫുഡ് ബ്ലോഗാണ് മെയിൻലി. ഞാനൊരു ഹോം മെയ്ഡ് എന്താ പറയുക ഫുഡ് ബ്ലോഗാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ യൂഷ്വലി ഞാൻ പുറത്ത് പോയി അങ്ങനെ അധികം ആഹാരം അങ്ങനെ കൺസ്യൂം ചെയ്യത്തില്ല. അതുകൊണ്ടാണ് എന്താ പറയുക ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാം ഞാനിങ്ങനെ എന്താ പറയുക അത് ക്യാപ്ചർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. സോ അതും ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് മോസ്റ്റ്ലി അത് ഞാൻ എൻ്റെ പ്രസൻസ് അതിൽ വരണം എന്നുള്ള ഒരു ഇതുകൊണ്ട് കൂടിയാണ് ഞാനത് എന്താ പറയുക കഴിച്ചും കാണിക്കുന്നത്. സോ അതിന് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ പാഷൻ. നമ്മളൊരു ഇഷ്ടങ്ങൾ നമ്മൾ ചെയ്യുന്നത് അത് നമ്മളൊരു ഇത് അതിപ്പോൾ കാശിന് വേണ്ടിയോ വേറെ ഒന്നിനു വേണ്ടിയില്ല. നമ്മൾ ജസ്റ്റ് നമ്മളെ ഐഡന്റിറ്റി നമുക്ക് പുറത്തുള്ള ആൾക്കാരിലേക്ക് ഷോക്കേസ് ചെയ്യണമെന്നുള്ള ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സോ നെഗറ്റീവ്സ് ഒരുപാട് വരും. പല ഞാനിപ്പോൾ എൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് സക്സസ് വരും, ഫെയിലേഴ്സ് വരും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേ വിച്ച് വി വർക്ക്. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാർ ആരായാലും സോ ഐ ഡു റെസ്പെക്ട് പീപ്പിൾ. സോ ഞാൻ എൻ്റെ കാര്യങ്ങൾ പക്കയായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഡു ഗൈസ് സപ്പോർട്ട് മീ. സോ ആൻഡ് സബ്സ്ക്രൈബ് മീ. സോ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം. ഇനി ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള കുറച്ച് വ്ളോഗ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും മൈക്രോഫോൺ എൻ്റെ കൈ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഔട്ട്സൈഡ് വീഡിയോസും ഫുഡ് വ്ളോഗ്സും അല്ലാതെ എൻ്റെ കുറച്ച് അഡ്വഞ്ചേഴ്സ് വീഡിയോസും പിന്നെ ഇതേപോലത്തെ ഉള്ള എന്തെങ്കിലും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നുള്ള കുറച്ച് വീഡിയോസും എല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അതും ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനും കാരണം. സോ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം. ഇനി എന്തായാലും വ്ളോഗ്സ് ഒരുപാട് വരുന്നുണ്ട്. സോ എനിവേ താങ്ക് യു സോ മച്ച്. അരുൺ ദേവ് അവനാണ് എനിക്ക് ഇത് ഗിഫ്റ്റ് ചെയ്തത്. സോ പിന്നെ അവൻ വീഡിയോ എടുത്തു തരുന്നത് അരുൺ ദേവ് ആണ്. സോ എന്തായാലും നമുക്ക് ഇനിയുള്ള വ്ളോഗുകളിൽ കാണാം. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്. താങ്ക് യു. ടേക്ക് കെയർ. സ്പ്രെഡ് സ്മൈൽ. ഡു ഗുഡ് ടു എവരി വൺ. Thanks a lot. Don't trouble people. That's it. Thanks all.